നമസ്കാരം. നമസ്കാരം. നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് ഇന്ത്യയുടെ വൈവിധ്യം, അതുതന്നെയാണ് ഇന്ത്യയുടെ മനോഹാരിത എന്നാണ് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് എപ്പോഴും പറയപ്പെടാറുള്ളത്. മതനിരപേക്ഷത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷമായൊരു ജനത, ഒപ്പം തന്നെ മതത്തിലധിഷ്ഠിതമായ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു ജനത, മതേതരം പുലരുന്ന ഒരു നാട്. കേരളത്തിനും ഇത്തരം ഒരു പ്രത്യേകതയുണ്ട്. എന്നാൽ ഇപ്പോൾ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ മലപ്പുറം പോലുള്ള ജില്ലകളെ വിഭജിക്കണം, കൂടുതൽ ജില്ലകൾ അവിടെ മലബാർ കേന്ദ്രീകരിച്ച് ജില്ലകൾ ഉണ്ടാകണം എന്ന് പല രാഷ്ട്രീയക്കാർ പല കോണുകളിൽ നിന്ന് ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നു. നിലമ്പൂരിലെ മുൻ MLA ആയ PV അൻവർ തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അത്തരം ചില ആവശ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. പല ആളുകളും പല കക്ഷികളും അത് പറഞ്ഞിട്ടുണ്ട്. ഈ മലബാറിനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മലപ്പുറത്തെ കേന്ദ്രീകരിച്ച് അവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളെ കേന്ദ്രീകരിച്ച് അവർ പലപ്പോഴും തീവ്രവാദ സ്വഭാവങ്ങളുള്ള ആളുകളായി മാറുന്നു എന്നൊക്കെ തരത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖം വളരെ ഒച്ചപ്പാടുകൾക്കിടയാക്കി. അതിനെ ചൊല്ലിയും PV അൻവർ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ ഒരു പ്രത്യേക മതവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിൽ അവരെല്ലാവരും തീവ്രവാദ സ്വഭാവമുള്ളവരാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു രീതി പലപ്പോഴും പല രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട്. അത് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല എന്ന് PV അൻവർ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ മലപ്പുറം ജില്ല അല്ലെങ്കിൽ മലപ്പുറം എന്ന പ്രത്യേക ഒരു സ്ഥലത്തെ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിഭജിപ്പിക്കുമ്പോൾ അവിടെ ജനസംഖ്യാ വിസ്ഫോടനം ഉണ്ടാകുന്നത് കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര ഭരണ പ്രദേശമായി അതിനെ മാറ്റണം എന്നാണ് ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അനിൽ വിളയിൽ എന്ന് പറയുന്ന ഒരാളുടെ ഒരു അഭിമുഖം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടെ ഒരു പ്രത്യേക ന്യൂനപക്ഷ സമുദായങ്ങൾ ഇങ്ങനെ പെറ്റുവരികയും ഒരുപക്ഷെ ഞങ്ങൾക്കിപ്പോൾ ഈ ജില്ല തന്നെ പല ജില്ലയായിട്ട് വിഭജിക്കണം, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടണം, പിന്നീട് അതൊരു രാജ്യം തന്നെയായി മാറണമെന്നൊരാവശ്യം മുന്നോട്ട് വരും എന്നുള്ള വിചിത്ര രീതിയിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് ഈ അനിൽ വിളയിൽ എന്നയാൾ പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന കട്ടിംഗ് സൗത്ത് ആയി ബന്ധപ്പെട്ട് നേരത്തെ അങ്ങനെ ചില താല്പര്യങ്ങൾ നടക്കുന്നുണ്ടായി. ഒരു കാരണവശാലും രാജ്യത്തെ മുറിക്കാനോ അതിൻ്റെ പേരിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റ് ഭാഷയുടെ അടിസ്ഥാനത്തിലോ വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ മറ്റ് മത തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ കൂട്ടുനിൽക്കാനോ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന രീതിയിൽ എനിക്ക് വ്യക്തിപരമായി അതിനൊരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മതത്തിൻ്റെയോ ജാതിയുടെയോ ഒക്കെ പേരിൽ ജനങ്ങളെ വിഭജിക്കുന്നതോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെയോ ജില്ലകളെയോ ഒക്കെ മാറ്റി നിർത്തുന്നതോ അത്തരത്തിൽ മുദ്രകുത്തുന്നതോ അംഗീകരിക്കാനും സാധിക്കുന്നില്ല. ഇവിടെ കേന്ദ്ര ഭരണപ്രദേശമായ പോണ്ടിച്ചേരിയെയും മാഹിയും അയ്യഴിയെയും എല്ലാം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 3യുടെ ഒരു വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ലഡാക്കിനെയും ജമ്മു കാശ്മീരിനെയും വിഭജിച്ചതൊക്കെ പോലെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അനിൽ വിളയിൽ എന്ന വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകൻ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ തന്നെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏത് മതത്തിൻ്റെയും തീവ്രവാദ സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇവിടെ മലപ്പുറവുമായി അല്ലെങ്കിൽ മലബാർ പ്രദേശവുമായി ഉയർന്നു വന്നിരിക്കുന്ന ഇത്തരം വിഷയങ്ങളെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ വിശ്വാസി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഫവാസ് നോക്കിക്കാണുന്നത്? ഒന്ന്, ഈ കാര്യം പറഞ്ഞാൽ ഞാനും ഒരു മലബാറുകാരനാണ്. അപ്പം അക്കാര്യം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പം ആ ഒരു സാധനം അവിടെ എന്തായാലും കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പല കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മെജോറിറ്റി മുഖ്യമന്ത്രി, നല്ല ശതമാനം മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം മുഖ്യമന്ത്രിമാരും വരുന്നത് മലബാറിൽ നിന്നാണ്. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനെയും EMSനെയും AK നായനാരൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞത്. മറ്റൊന്ന്, ജനസംഖ്യാ വിസ്ഫോടനമാണ് മലപ്പുറത്ത് നടക്കുന്നത്. അതായത് ജനസംഖ്യാ വിസ്ഫോടനം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. മുമ്പ് ഒരു BJP പ്രവർത്തകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മലപ്പുറത്ത് പന്നി പെറ്റുവരിക്കുന്ന പോലെയാണ് ആൾക്കാർ പെറ്റുവരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അത് ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം. പിന്നെ ഇസ്ലാമിക തീവ്രവാദികളുടെ കേന്ദ്രമായി മലപ്പുറം മാറുന്നു എന്നുള്ളത്, ഭാവിയിൽ അതൊരു രാജ്യമായി മാറാൻ വരെ അവർ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന പല കാര്യങ്ങളും. ഞാൻ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഈ
ജനങ്ങളെ പറ്റിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ. ഏത് തരത്തിലും വർഗീയത വീണ്ടും ഉളയാടാൻ പറ്റിയ ഒരു നിരമാക്കി കേരളത്തെ മാറ്റുക എന്നുള്ളത്. ഇപ്പം മലബാറിൽ മുസ്ലിം മെജോറിറ്റി ആണെന്നുണ്ടെങ്കിൽ, ഞാൻ തിരുവനന്തപുരത്ത് പറയാണ് അവിടെ കുറച്ച് ഹിന്ദു മെജോറിറ്റി, അപ്പോൾ ഞാൻ പറയണം അവിടെ മൊത്തം തീവ്രവാദികൾ, ഹിന്ദു തീവ്രവാദികളാണെന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? ചോറ് ചെന്നുന്ന ഒരാൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ കോമൺ സെൻസ് എന്നുള്ളത്. ഒരു പ്രത്യേക വിഭാഗം അവിടെ കൂടിയെന്ന് വെച്ചിട്ട് അത് അവരുടെ കേന്ദ്രമായി മാറുകയോ അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജി മാത്രമായിട്ട് മാറുന്ന ഒന്നുമല്ല അവിടെ. അദ്ദേഹം മലബാറിൽ നിന്ന് വരുന്നത്, പ്രത്യേകിച്ച് മലപ്പുറത്ത് വരുന്നത് നന്നായിരിക്കും. മലപ്പുറംകാരുടെ പിന്നെ ആതിഥ്യമര്യാദ എങ്ങനെയെന്നുള്ള അദ്ദേഹത്തിനൊന്ന് കണ്ടറിയുന്നത് നല്ലതായിരിക്കും. ആ കാര്യം മാത്രം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തിലോട് കിടക്കാം. മുഖ്യമന്ത്രിമാർ, ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി ഉള്ളത് മലബാറിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാർ കിട്ടിയിട്ടുള്ളത് തിരുവിതാംകൂറിനും കൊച്ചി ഭാഗത്തു നിന്നാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പട്ടം എ നാണുപിള്ള, തോട്ടം നാണുപിള്ള, പിന്നെ അതേപോലെ തന്നെ ആർ ശങ്കർ, പിന്നെ സി അച്യുതമേനോൻ, അതേപോലെ പി കെ വാസവൻ നായർ, അതേപോലെ എ കെ ആൻ്റണി, ഉമ്മൻചാണ്ടി, അതേപോലെ പല ആൾക്കാരും, വി എസ് അച്യുതാനന്ദനെ പോലുള്ള പല ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ മലബാറല്ല വന്നത്. അവരൊക്കെ ഈ പറഞ്ഞ പോലെ തിരുവിതാംകൂറിനും കൊച്ചിൻ ഭാഗത്തു നിന്നുള്ള വന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അവരാ വന്നിട്ട്. ഇനി മലബാറിൻ്റെ ഭാഗത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള EMS വന്നിട്ടുണ്ട്. അതേപോലെ CH മുഹമ്മദ് കോയ, അദ്ദേഹത്തിൻ്റെ കാലാവധി നമുക്കറിയാം ഒരു 40 സംതിങ് ദിവസം മാത്രമേ അദ്ദേഹം നിന്നിട്ടുള്ളൂ. CH മുഹമ്മദ് കോയ, പിന്നെ EK നായനാർ, പിണറായി വിജയൻ, അത്രമാത്രം. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ K കരുണാകരൻ്റെ ഒരു കാര്യമാണ്. കരുണാകരൻ കണ്ണൂരുകാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മൊത്തം തൃശ്ശൂർ കേന്ദ്രീകരിച്ചു. അതെ, അപ്പോൾ നമുക്ക് അതും പറയാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞാലും അത് ഈ പറഞ്ഞ പോലെ മലബാറല്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം പറഞ്ഞ പോലെ മലബാറിലാണ് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാർ വന്നത് എന്ന് പറയുന്നത്? മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ അതൊന്ന് വിവക്ഷിക്കും. കാരണം കേരളം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്നത് EK നായനാരും പിണറായി വിജയനും ഒക്കെ തന്നെയാണ്. അതിനുശേഷമാണ് പിന്നെ K കരുണാകരൻ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പച്ചക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പൊള്ളത്തരം പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള കാര്യമാണ് പറയും. പിന്നൊന്ന് പറഞ്ഞത് ജനസംഖ്യാ വിസ്ഫോടനം എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പം അതിന് നമുക്ക് ജസ്റ്റ് ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്ത്രീ അവരുടെ ജീവിതകാലത്ത് കുട്ടികൾക്ക് നൽകുന്ന കുട്ടികളുടെ ആകെത്തുകയുടെ കണക്കിനെയാണ് നമ്മൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയാറുള്ളത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്തിൻ്റെ FTR എന്ന് പറയുന്നത് 1.8 ആണ്. അതായത് ഒരു സ്ത്രീ ഒരു വർഷം ജന്മം നൽകുന്നത് 1.8. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ 2.1 വരെ ചില കേന്ദ്ര റിപ്പോർട്ടുകൾ പ്രകാരം എന്താ പറയുക, NFHS ഒക്കെ പറയുന്നത് ഏകദേശം ഈ പറയുന്ന പോലെ 2.1 വരെ എത്തുന്നുണ്ട്. അതായത് ഒരു സ്ത്രീ ഒരു വർഷം കുട്ടികൾക്ക് ഒരു സ്ത്രീ ഒരു വർഷം എന്നല്ല, ഒരു സ്ത്രീ അവരുടെ ഒരു ജന്മത്തിൽ കൊടുക്കുന്ന 2 കുട്ടികൾക്ക് വരെ ജന്മം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മലപ്പുറത്തിൻ്റെ കണക്ക്. ഇത് ഞാൻ പറഞ്ഞതല്ല, ദേശീയ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ട് തന്നെയാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം മോദിയുടെ കീഴിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ മറ്റ് UP-യിലും അതേപോലെ ബീഹാറിലും കുറച്ച് എല്ലാ സ്ഥലങ്ങളിലും ഒരുപാടുണ്ട് പറയാൻ. പക്ഷേ കുറച്ച് സ്ഥലം മാത്രം എടുത്തു കഴിഞ്ഞാൽ ബീഹാറിൽ ഈ പറഞ്ഞ പോലെ കിഷൻഗഞ്ച് എന്ന് പറഞ്ഞ ഒരു ജില്ല ഉണ്ട്. അവിടെയൊക്കെ ഫെർട്ടിലിറ്റി റേറ്റ് 3.5, പിന്നെ മറ്റൊരു സ്ഥലത്ത് പൂർവ്വ ചമ്പാരനിലൊക്കെ 4.ഒക്കെയാണ്. അതായത് അവിടെ ഒരു സ്ത്രീ അവരുടെ ജന്മത്തിൽ ഒരു കുട്ടി ജന്മം കൊടുക്കുന്നത് കാലയളവിൽ 4 കുട്ടികൾക്കും 5 കുട്ടികൾക്കൊക്കെയാണ്. അത് മലപ്പുറത്ത് 2ഉം 1 ഉള്ളൂ. അപ്പം അദ്ദേഹം സാമാന്യ ബോധം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ആ മോദി ഭക്തത അവിടെ അഴിച്ചു വെച്ചിട്ട് ഇത് പറഞ്ഞ പോലെ UP-യിലും ബീഹാറിലും, ഞാനീ പറഞ്ഞത് UP മാത്രമാണ്, അതേപോലെ ബീഹാറുണ്ട്, പല സംസ്ഥാനങ്ങളുണ്ട്, ഹിമാചലിൻ്റെ പല ഭാഗങ്ങളും പറയാനുണ്ട്. പക്ഷെ അതൊന്നും പറയുന്നില്ല. എങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹം പറഞ്ഞത് പച്ച വർഗീയത മാത്രമാണെന്നുള്ളതും, ഞാനീ പറഞ്ഞതുപോലെ UP മൊത്തമായിട്ട് എടുത്തതല്ല, UP-യിലെ ഒരു ജില്ല മാത്രം എടുത്ത് പറഞ്ഞത്, UP-യിലെ ഒരു ജില്ലയിൽ മാത്രം ഈ പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊക്കെ കേന്ദ്രഭരണ പ്രദേശമാക്കേണ്ടി വരുമല്ലോ. കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇവിടെ 2ആണ് പിന്നെ ഒരു സ്ത്രീ ഒരു ജന്മത്തിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉൽപ്പാദനം. പക്ഷേ UP-യിലും ബീഹാറിലും പല ജില്ലകളിലും അത് 4ഉം 5ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇവരൊക്കെ പാടെ കൂട്ടിങ്ങാണ്ട് മറ്റൊരു ജില്ല, ഒരു പുതിയ രാജ്യം ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾക്ക് പച്ചയായ വർഗീയത പറഞ്ഞുകൊണ്ട് ആൾക്കാരെ തമ്മിൽ തല്ലിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ അദ്ദേഹത്തിന് ഇവിടെ പറയാനുള്ളൂ. അത് ഇപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിലെ ഏത് ജില്ലകളിലായാലും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലേതായാലും തീവ്രവാദപരമായ നിലപാടുകളുടെ പേരിൽ ഒരു കാരണവശാലും നമുക്കത് ആരെയും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ മലപ്പുറത്തെ ഒരു പ്രത്യേക മതന്യൂനപക്ഷ വിഭാഗങ്ങൾ അവിടെ ഇങ്ങനെ പെറ്റുപെരുകി കൂടുന്നുണ്ട്, അതിൻ്റെ പേരിൽ അത് കേന്ദ്ര ഭരണ പ്രദേശമാക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ പല ഇടങ്ങളിലും
ജില്ലകളിലും അങ്ങനെ ചില വിഷയങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാതിരിക്കാനും പറ്റില്ല. നോക്കൂ, നമ്മൾ ലോക്നാഥ് ബെഹ്റ തന്നെ അദ്ദേഹം DGP സ്ഥാനത്ത് നിന്ന് വിരമിച്ചു കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ നടത്തിയ ഒരു അഭിമുഖത്തിലാണ് പറഞ്ഞത് കേരളത്തിൽ തീവ്രവാദ, അതായത് നേരത്തെ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം DGP ആയിരിക്കുന്ന കാലത്ത് ഇതിനെയൊന്നും അടിച്ചമർത്താൻ അദ്ദേഹത്തിന് പറ്റിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തു തന്നെയാണ്. ഇവിടെ ഇപ്പം നമ്മൾ ഇങ്ങനെ ഈ ഏരിയ തിരിച്ച് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ ഈരാറ്റുപേട്ട എന്ന ആ സ്ഥലം നാമം തന്നെ അരുവിത്തറ എന്നുള്ള ഒരു പേരിലാണ് അത് പണ്ട് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അത് ഈരാറ്റുപേട്ടയായിട്ട് നാമകരണം ചെയ്യപ്പെടുകയായിരുന്നു. അവിടെ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലം, അതിൻ്റെ ആദ്യത്തെ പേര് അരുവിത്തറ എന്നാണ്. ഈ അരുവിത്തറ എന്ന പേര് പറയാൻ അവിടെ ചില മതവിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ സമ്മതിക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അത് PC ജോർജ് അടക്കമുള്ള പല ആളുകളും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം അത് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഏതെങ്കിലും ജില്ലയെ അറിയപ്പെടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലകളിലോ ഏതെങ്കിലും പ്രത്യേകിച്ച് കേന്ദ്രങ്ങളിലോ ഞങ്ങളുടെ മതവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചില മാറ്റിമറിക്കലുകൾ നടത്തും എന്ന് മതന്യൂനപക്ഷങ്ങളോ മതഭൂരിപക്ഷ വിഭാഗങ്ങളോ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതൊന്നും അംഗീകരിക്കത്തക്കതല്ല. ഭാരതത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ എവിടെ നടക്കുന്നുണ്ടായാലും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒപ്പം ആരുടെയും മതസ്വാതന്ത്ര്യത്തെ ഹനിക്കാനും പാടില്ല. പക്ഷേ ഈ മതവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ മതവിഭാഗത്തിന് ഇത്രത്തോളം പ്രാവീണ്യവും അല്ലെങ്കിൽ ഇത്രത്തോളം പ്രാതിനിധ്യവും ജനസംഖ്യാ അനുപാതത്തിൽ ഞങ്ങൾക്ക് ഇത്രത്തോളം അംഗബലവും അവിടെ ഉണ്ട് എന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഇവിടെ ഇത് പതിച്ചു കിട്ടണം എന്ന് ഏതെങ്കിലും മതവിഭാഗങ്ങളോ ജാതിയോ സമുദായമോ വാശി പിടിക്കണമെങ്കിൽ അതെല്ലാം ഇന്ത്യയിലെ ജനാധിപത്യപരമായ നിയമപ്രകാരം അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരു കാരണവശാലും ഈ ഇന്ത്യൻ ജനാധിപത്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ഒരു കാരണവശാലും നമുക്കിതൊന്നും കാരണമായി എടുക്കാനും പാടില്ല, അനുവദിക്കാനും പാടില്ല. ഭൂരിപക്ഷത്തിൻ്റേതായാലും ന്യൂനപക്ഷത്തിൻ്റേതായാലും ഒരു തരത്തിലുള്ള മതവർഗീയ ധ്രുവീകരണം ഒരു കാരണവശാലും ഇവിടെ അംഗീകരിക്കാൻ പാടില്ല. അത് അനുവദിക്കപ്പെടരുത് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒപ്പം ഒരു മതത്തിൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ ആ മതത്തിൽ വിശ്വസിക്കുന്നവന് അവരുടെ മതവിശ്വാസങ്ങളുമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാവണം. പക്ഷേ അന്യമതസ്ഥരുടെ വിശ്വാസത്തിലേക്ക് കടന്നു കയറാനോ തള്ളി പറയാനോ ഒരു കാരണവശാലും ആരും അനുവദിക്കാനും പാടില്ല. മതേതരത്വ നിലപാടുകളിലൂടെ പുലരണം, മതനിരപേക്ഷമായ നിലപാടുകൾ പുലരണം. അതിനുവേണ്ടിയായിരിക്കണം ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന നിയമങ്ങളും നിലവിലുള്ള നിയമങ്ങളും ഒക്കെ അത് പുലർത്താനും പരസ്പര വിശ്വാസത്തോടും ഐക്യത്തോടു കൂടി കഴിയാനും ജനങ്ങൾക്ക് പറ്റണം. ഇവിടെ ഏതെങ്കിലും ജനസംഖ്യാനുപാതികമായി ഏതെങ്കിലും ജില്ലകൾക്ക് ഏതെങ്കിലും മതത്തിൻ്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ പേരിൽ അറിയപ്പെടാനോ അവിടെ അതിൻ്റെ പേരിൽ ഏതെങ്കിലും മതവിഭാഗങ്ങൾ കൂടിയതിൻ്റെ പേരിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ കേന്ദ്രഭരണ പ്രദേശമാക്കണം എന്നൊക്കെ പറയുന്നതിനോട് നമുക്ക് അനുകൂലിക്കാൻ പാടില്ല. പക്ഷേ ഒരു കാര്യം എടുത്തു പറയുന്നു, ഏതെങ്കിലും മതവിഭാഗങ്ങൾ, അത് ഭൂരിപക്ഷമാകട്ടെ ന്യൂനപക്ഷമാകട്ടെ, ഞങ്ങളുടെ മതത്തിൻ്റെ ശക്തി ഇവിടെ എത്രത്തോളം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കണം, ഞങ്ങൾക്ക് വേറെ ജില്ല വേണം, വേറെ സംസ്ഥാനം വേണം, അല്ലെങ്കിൽ ഞങ്ങൾ കട്ടിങ് സൗത്ത് എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ആശയങ്ങളുമായി ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ട. അതിന് മൊത്തം കണക്കെടുക്കുക എന്തുകൊണ്ടാണ് മലപ്പുറം വിഭജിക്കണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിപ്പോൾ പേഴ്സണലി ഞാൻ പറയും മലപ്പുറം വിഭജിക്കണം. അത് ഈ പറഞ്ഞ പോലെ മുസ്ലിം സമുദായം മാത്രം പറയുന്നല്ല, മുസ്ലിം സംഘടനകൾ മാത്രം പറയുന്നല്ല. അതേപോലെ തന്നെ എറണാകുളം വിഭജിക്കണം, അതേപോലെ തന്നെ തിരുവനന്തപുരം വിഭജിക്കണം. കാരണം ഇവരൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പം മലപ്പുറത്തിൻ്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം മൊത്തം കേരള ജനസംഖ്യയുടെ ഏകദേശം 3.5 കോടി ജനങ്ങളിൽ ഏകദേശം 14%, 13 മുതൽ 14% വരുന്നത് ഏകദേശം 40 ലക്ഷത്തോളം ജനസംഖ്യ മലപ്പുറത്താണ്. ഒരു ഇത്ര ഉദാഹരണം മാത്രം എടുത്താൽ മതി. ഒരുപാട് പറയാനുണ്ട്, പക്ഷേ വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എം പിക്ക് ഒരു നിശ്ചിത ഫണ്ട് കിട്ടുന്നു. ഇപ്പം ഒരു ജില്ലയിൽ 20 ലക്ഷം ആൾക്കാരുള്ളൂ, അപ്പോൾ മലപ്പുറം ആണെങ്കിൽ 40ആണ്. അപ്പോൾ ഫണ്ട് 2 ജില്ലക്കും ഒരുപോലെ കിട്ടുന്നത്. അപ്പം ഇത്രത്തോളം ആൾക്കാർക്കാണെങ്കിൽ അത് വിഭജിച്ച് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഫണ്ട് വളരെ കമ്മിയായിരിക്കും അവിടെ, കാരണം ഇരട്ടിയോളം ജനസംഖ്യ മലപ്പുറത്ത് വരും. അപ്പോൾ അതുകൊണ്ടാണ് ആ സാധനം മലപ്പുറം വിഭജിക്കണം എന്ന് പറയുന്നത്. ഇതേ സാധനം തന്നെ എറണാകുളത്തും വരുന്നുണ്ട്, അതേപോലെ തന്നെ തിരുവനന്തപുരത്തും വരുന്നുണ്ട്. അപ്പം ഒരു പ്രത്യേക ജില്ലയെ മാത്രമല്ല, ഏതൊക്കെ ജില്ലകളാണ് ഈ പ്രശ്നം നേരിടുന്നത് അവരൊക്കെ വിഭജിച്ച് അവർക്കൊക്കെ വേണ്ടപ്പെട്ട പോലെ ഇത് വിഭജിച്ച് കൊടുക്കും. മറ്റൊരു കാര്യം അവരും പറഞ്ഞത് മലപ്പുറത്തിനാണ് എല്ലാ കാര്യവും കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഞാൻ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് KSRTC ഉദാഹരണം മാത്രം പറയാം. KSRTC തിരുവനന്തപുരത്തുള്ളത് 687 KSRTCകളാണ്. കൊല്ലത്ത് വരുമ്പോൾ 415ആണ്, എറണാകുളത്ത് 325ആണ്. ഇനി മലപ്പുറത്തോട്ട് വരുമ്പോൾ അത് വെറും 98ആണ്.
അപ്പം ഇതൊന്നും അറിയാണ്ട് പച്ചയ്ക്ക് ഇത്തരത്തിൽ എങ്ങനെയെങ്കിലും ആൾക്കാർക്കിടയിൽ വിഭജനം ഉണ്ടാക്കുക, ആൾക്കാർക്കിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും പോളറൈസ് ചെയ്യുക എന്നുള്ളൊരു BJP അജണ്ട വെച്ചുകൊണ്ട്, RSS അജണ്ട വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തിനെ പോലത്തെ ആൾക്കാരോട് മറ്റൊന്നും പറയാനില്ല. അദ്ദേഹം എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ ഈ പറഞ്ഞ പോലെ UP-യിലും ബീഹാറിലൊക്കെ ഒന്ന് പോകണം. അവിടെയുള്ള കാസ്റ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് തൊട്ടുകൂടായ്മ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. ഞാനവിടെ പോയ ആളാണ്, ഞാനവിടെ വർക്ക് ചെയ്ത ആളാണ്. അപ്പം എനിക്കറിയാം അവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രീ ആയ സമയത്തൊക്കെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല, ഇവിടെ ഫവാസ് ഇപ്പോൾ ജനസംഖ്യാനുപാതികമായി ഇപ്പോൾ ജില്ലയിൽ ഇപ്പോൾ ഫവാസ് ചൂണ്ടിക്കാണിച്ചാൽ വികസന പ്രവർത്തനങ്ങൾക്ക് അതിന് ഒരു MP-യുടെ MLA-യുടെ ഒക്കെ ഫണ്ട് കിട്ടുന്നത് അപര്യാപ്തമായിട്ട് വരുന്നുണ്ടെങ്കിൽ ജനസംഖ്യാനുപാതികമായിട്ട് ഒരു ജില്ലയ്ക്ക് ഉൾക്കൊള്ളാവുന്നതിൽ അപ്പുറത്തേക്ക് ജനങ്ങൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിയമപരമായി പരിശോധിക്കപ്പെടട്ടെ. തീർച്ചയായും എവിടെയായാലും എല്ലാ മനുഷ്യർക്കും അടിസ്ഥാനപരമായി അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കത്തക്ക രീതിയിലുള്ള ഒരു ജനാധിപത്യപരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നടപ്പാകേണ്ടത്. അവിടെ ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് ഇതിന് ഒരു വികേന്ദ്രീകരണം അല്ലെങ്കിൽ ഒരു വിഭജിക്കൽ സാധ്യമാകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ ഒരു ജില്ലയ്ക്ക് ഉൾക്കൊള്ളാവുന്ന ജനതയ്ക്ക് അപ്പുറത്തേക്ക് ജനവിഭാഗം അവിടെ കൂടി വരികയും അവരുടെ എല്ലാവരുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോഴുള്ള നിയമ സംവിധാനങ്ങൾ അപര്യാപ്തമാണ് എന്ന് കാണുകയാണെങ്കിൽ അവിടെ നിയമം വഴി എന്ത് നടപ്പാക്കാൻ പറ്റും എന്നുള്ളത് കൂടി ആലോചിക്കട്ടെ. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചിന്തിക്കട്ടെ. മറിച്ച് ഇപ്പോൾ ഹിന്ദുത്വ വർഗീയതയായാലും ഇപ്പോൾ ഇസ്ലാമിക വർഗീയതയായാലും മറ്റേതെങ്കിലും മതവിഭാഗങ്ങളുടെ വർഗീയതയായാലും ഒരു കാരണവശാലും അത് അനുവദിക്കാനോ അതിൻ്റെ വിലപേശലോ ഒന്നും നടപ്പാക്കാനോ സാധ്യമല്ല. അപ്പോൾ എല്ലാ തരത്തിലുള്ള വർഗീയതകളും ചെറുത്ത് തോൽപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഞങ്ങൾ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു ജില്ലയോ ഒരു സംസ്ഥാനമോ വേണമെന്ന് ആരെങ്കിലും വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അതൊരു കാരണവശാലും ഇന്ത്യൻ മതേതരത്വത്തിന് നിരക്കാത്ത കാര്യം തന്നെയാണ്. അതൊരിക്കലും അനുവദിക്കപ്പെടാത്ത കാര്യമാണ്, അനുവദിക്കപ്പെടാൻ പാടില്ല. ഇന്ത്യയുടെ മതേതര നിലപാടുകൾ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും മതസ്വാതന്ത്ര്യത്തിൽ വിഘാതമില്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ആവശ്യം. അതിന് ജനാധിപത്യപരമായ രീതിയിൽ ഏത് തരത്തിൽ തീരുമാനമെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കപ്പെടേണ്ടത്. ഇതിലിപ്പം ഞാൻ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തോടും സപ്പോർട്ട് ചെയ്ത് പറയില്ല. വർഗീയത പറയുമ്പോൾ അത് ന്യൂനപക്ഷം ആയിക്കോട്ടെ ഭൂരിപക്ഷം ആയിക്കോട്ടെ, വർഗീയത പറയുന്നവരെ എതിർക്കുക തന്നെ ചെയ്യണം. അതിപ്പം മുസ്ലിം തീവ്രവാദം പറയുന്ന അല്ലെങ്കിൽ മുസ്ലിം വർഗീയത പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും അവർക്കെല്ലാം ഞാൻ എതിര് തന്നെയാണ്. അതൊരിക്കലും ഒരു കാര്യത്തും നമുക്ക് വെച്ച് നീട്ടാൻ പറ്റില്ല, അംഗീകരിക്കാനും പറ്റില്ല. അതേപോലെ തന്നെ ഹിന്ദുത്വ വർഗീയത പറയുന്ന BJP ആയാലും VHP ആയാലും ബജ്രംഗ് ദൾ ആയാലും ABVP ആയാലും അതിന് ഞാൻ എതിർക്കും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വർഗീയത പറയുന്ന കാസ പോലുള്ള സംഘടനകൾ അതിനും എതിർക്കും. അപ്പോൾ പ്രത്യേകിച്ച് ആര് വർഗീയതയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന രാഷ്ട്രീയ സംഘടനകളെയും ഈ പറഞ്ഞ പോലെ തുറന്നു കാണിക്കപ്പെടേണ്ടത് തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഏകോദര സാഹോദര്യം ഇവിടെ നിലനിൽക്കണം. തീർച്ചയായും മുസൽമാനും ഹിന്ദുവിനും ക്രിസ്ത്യനും ഒക്കെ ഒരുപോലെ തന്നെ ഇവിടെ കഴിയാൻ പറ്റണം. എല്ലാവർക്കും ഒരു ജീവിതമുള്ള ഈ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കണം. അപ്പോൾ തീർച്ചയായും ഇവിടെ മതത്തിൻ്റെയോ ജാതിയുടെ പേരിലുള്ള വിവേചനം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കത്തക്കതല്ല. ജനാധിപത്യപരമായ രീതിയിൽ എല്ലാവർക്കും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവരുടെ അടിസ്ഥാന വികസനം ഇതെല്ലാം വിഷയം തന്നെയായിരിക്കണം. മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഇതിൽ ജനാധിപത്യപരമായ രീതിയിൽ നിയമപരമായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ ആലോചിക്കട്ടെ. തീർച്ചയായും മതത്തിൻ്റെയോ ജാതിയുടെ പേരിൽ ആരെയും എവിടെയും വെട്ടിമുറിക്കപ്പെടലോ കൂട്ടിച്ചേർക്കലോ നടക്കാൻ പാടില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുതന്നെയാണ്.